കുറുമ്പൻ. അയ്യോ, ഇവരെന്റെ ജീവിതം നശിപ്പിക്കുന്ന തോന്നുന്നേ. ഇനി ഡോർ തുറന്നു വെച്ച് മദ്യപിക്കാൻ പാടില്ല. അയ്യോ. ഞാൻ ഓഫീസിലേക്ക് പോകുന്നു അഖിൽ. നീ എവിടെയെങ്കിലും പോയി ചാവ്. താങ്ക്സ്. അപ്പോഴേക്ക് ഓഫീസിൽ പോകാൻ ഇറങ്ങിയോ? യെസ് ആന്റി, ടൈം ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് നിന്റെ ഓഫീസില് എന്റെ ജോലിയെ പറ്റി നീ സംസാരിക്കണേ. എന്തിനാ ആന്റി ഇത് രഹസ്യമായിട്ട് പറയുന്നേ? ശബ്ദത്തിൽ പറഞ്ഞേ. ഇവിടെ ആരെയും നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ജോലി വേണം, അത്രയല്ലേ ഉള്ളൂ. ചെയർമാൻ നമ്മുടെ ആളാ, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. ചില ആൾക്കാരുണ്ട് ഇവിടെ, ഒരു ചെറിയ സഹായം ചെയ്തിട്ട് വലിയ സഹായമായിട്ട് കാണിക്കും. ഞാൻ അങ്ങനെയല്ല. എന്തായിരുന്നാലും ഞാൻ എന്റെ ടാലന്റ് വെച്ച് സഹായിക്കും. എടീ, എന്തിനാടി ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ അടുത്ത് ചവിട്ട് വാങ്ങുന്നത്? ഈ പ്രാവശ്യം എന്റെ ശരീരത്തിൽ തൊട്ടു നോക്കിയാ അതിന്റെ കണക്ക് വേറെ രീതിക്ക് പോവും ആന്റി. ചേച്ചി, ടിഫിൻ ബോക്സ് റെഡിയായോ? ആ, റെഡി വസു. ഉണ്ണി, കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വരാൻ ചേച്ചി. ബൈ. നടക്ക്. അല്ല ആന്റി, രാത്രി നിങ്ങൾ വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നു. ആന്റിക്ക് ഫ്രണ്ടോ? ആരാ ആന്റി? ആ, എനിക്കെന്താ ഡിഫറൻസ് പാടില്ലേ? ഈ ഏജിൽ ആരാ ഫ്രണ്ട് എന്നാ? ഇതാ നോക്ക്, എന്റെ പ്രായത്തിൽ ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടാ ഞാൻ നിന്നെക്കാൾ സുന്ദരിയായിരിക്കും. അറിയാമോ? ഏയ്, ആരെടാ നീ? ഓ കൂൾ, റിലാക്സ്. നിനക്ക് കണ്ണു കണ്ടോടെ? കുട്ടികളെ കണ്ടില്ലേ? കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാ ബ്രേക്ക് ചവിട്ടിയത്. നിങ്ങൾ കാരണം കുട്ടികൾ പേടിച്ചു പോയി. ഒന്ന് അല്പം മാറിയിരുന്നെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് ഉണ്ടായേനെ. ആയില്ലല്ലോ, പിന്നെന്താ? അത് പോട്ടെ, നീ ആരാ? എന്തിനാ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നേ? ഞാൻ ഹായ്. ഹായ് ആദിത്യ. ഹായ് കാർത്തിക. നിങ്ങൾ എന്താ ഇവിടെ? നിനക്ക് വേണ്ടിയാ വന്നേ, നിന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോവാൻ. റിയലി? യാ, പ്രോമിസ്. ഓഫീസിൽ എങ്ങനെ വരുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു സോ മച്ച് ആദിത്യ. ഇറ്റ്സ് ഓക്കെ. ഇനി ഡെയിലി ഞാൻ തന്നെ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോവാം. ബൈ ദ വേ, ആരാ ഇവരൊക്കെ? ഇതെന്റെ ആന്റി സുമംഗല. ആന്റി, ഇദ്ദേഹമാണ് ആദിത്യ, എന്റെ ബോസ്. ഡോണ്ട് കോൾ മീ ബോസ്, ഐ ആം യുവർ ഫ്രണ്ട്. ഹായ് സർ, നമസ്കാരം. ഹായ്. ഇവരെന്റെ ഏട്ടത്തിമാരാ. ഓഹോ. കാർത്തിക, ഹു ഈസ് ഹി? ഇതെന്റെ ഫ്യൂച്ചറിലെ എക്സ് ഹസ്ബൻഡ് ആണ്. Oh, that guy. Very unlucky fellow. But you are lucky, Karthika. Life long, ഈ വീൽ ചെയറിലായവന്റെ കൂടെ ജീവിക്കാതെ ഡിവോഴ്സ് വാങ്ങി പോവല്ലേ. വെരി ഗുഡ് ഡിസിഷൻ. ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്പിന്റെ കൂടെ
മിസ്റ്റർ അഭിറാം, നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്നെ കൈയോങ്ങി അടിക്കാൻ? ഹൗ ഡയർ യു? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ എന്റെ അനിയനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത്? എന്താ നിന്റെ അനിയ ഹാൻഡിക്യാപ്പ് അല്ലേ? എടാ, വീൽ ചെയറിലല്ലേ ഇരിക്കുന്നേ? ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നിന്റെ 32 പല്ല് താഴെ കിടക്കും. നേരത്തെ കുട്ടികളെ ഇടിക്കാൻ വേണ്ടി നീ കാറും കൊണ്ട് നിർത്തിയപ്പോ നിന്റെ ചെകിട്ടത്തൊന്ന് തരണമെന്ന് കരുതിയതാ. എന്താ പറഞ്ഞേ? കുട്ടികളെ ഇടിക്കുന്ന രീതിയിൽ കാർ ഓടിച്ചു വന്നോ? എത്ര ധൈര്യമുണ്ട് ഇവന്? ഇങ്ങനെയുള്ളവനെ അടിക്കുകയല്ല, വെട്ടി നുറുക്കുക വേണ്ടത്. നീ എന്റെ കാരണത്തെ അടിച്ചതും പോരാഞ്ഞിട്ട് നിന്റെ വീട്ടിലെ സ്ത്രീകളെ കൊണ്ട് എന്നെ അസഭ്യവും പറയിപ്പിക്കുന്ന അല്ല അഭിറാം? ഏയ്, ഇനി നീ ഓവറായിട്ട് സംസാരിച്ച ഞാൻ എന്റെ പിള്ളേരെ വിട്ട് നിന്നെ തല്ലിക്കും. എന്റെ അടുത്തുള്ള ദേഷ്യം എന്റെ ബോസിനോട് കാണിക്കുകയാണോ? വീട്ടിൽ വന്ന വലിയ മനുഷ്യനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യോ? ഇവനാണോ നിന്റെ വലിയ മനുഷ്യൻ? വെറും മോശപ്പെട്ടവനവൻ, ദ്രോഹി. ആവശ്യമില്ലാതെ എന്നെ അസഭ്യം പറഞ്ഞ നിങ്ങളുടെ മേലിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. നീ കൊടുക്കടാ. എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ കുട്ടികളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയതിന് നിന്റെ പേരില കേസെടുക്കേണ്ടത്. പാവമായ എന്റെ അനിയത്തി കാർത്തികയെ ഒരു കള്ളക്കഥ പറഞ്ഞ് നീ നിന്റെ കമ്പനിയിൽ ചേർത്തിരിക്കല്ലേ? ഹലോ, ആദിത്യ എനിക്ക് കള്ള വാഗ്ദാനങ്ങളൊന്നും തന്നിട്ടില്ല. എന്റെ ടാലന്റ് മനസ്സിലാക്കി എനിക്കൊരു ജോബ് തന്നതാ. ഇവൻ എന്തിനാ നിനക്ക് ജോലി തന്നെന്ന് നിനക്കറിയില്ലേ കാർത്തിക? ഇങ്ങോട്ട് നോക്ക് കാർത്തിക, ഇവൻ തന്ന ജോലി റിസൈൻ ചെയ്തേക്കാന്ന് ഇപ്പൊ തന്നെ പറയും. അതെ മോളെ, ഇങ്ങനെയുള്ള കമ്പനിയിലെ ജോലിയൊന്നും നിനക്ക് വേണ്ട. ഉടൻ തന്നെ റിസൈൻ ചെയ്തേക്ക്. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അഖിലിനെ വഴക്ക് പറയുന്നു. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെയാണോ നീ ജോലിക്ക് പോകുന്നത്? ഞാനത് ചെയ്യും. എനിക്ക് ജോലിയാണ് പ്രധാനം. അപ്പോ ഇവൻ അഖിലിനെ എന്ത് പറഞ്ഞാലും നിനക്ക് പ്രശ്നമില്ലല്ലേ? കോർട്ടിന്റെ കാലാവധി കഴിഞ്ഞ ഉടനെ അഖിൽ ആര് ഞാൻ ആര്? ഈ വീടിന് നിങ്ങൾക്ക് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. സോറി ആദിത്യ, ഞാൻ കാരണം നിങ്ങൾ ഇൻസൾട്ടായി. ഇറ്റ്സ് ഓക്കെ കാർത്തിക. ഇവർക്കും എനിക്കും ഇടയിൽ പഴയ ഒരു പകയുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ദേ നോക്ക്, നീ എന്റെ അനിയനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടാ ഞാൻ നിന്നെ തല്ലിയത്, അല്ലാതെ നിന്നോടുള്ള പക വെച്ചിട്ടല്ല. അബിയുടെ പക വളർത്തി കഴിഞ്ഞാ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല ആദിത്യ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ. ഇപ്പം ഞാൻ പോയേക്കാം, പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും കണക്ക് ഞാൻ തീർക്കും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ദിവസത്തിന് വേണ്ടി നീ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളൊന്ന് വിചാരിച്ചാ ഇന്ന് തന്നെ നിന്നെ ഒരു അഡ്രസ്സും ഇല്ലാത്തവനാക്കി മാറ്റാൻ പറ്റും. ഇവരോട് എന്തിനാ ഡിസ്കഷൻ ആദിത്യ? ടൈം വേസ്റ്റ് ആണ്. ലെറ്റ്സ് ഗോ. അവന്റെ കൂടെ നീ പോകരുത് കാർത്തികേ. അത് എന്റെ ഇഷ്ടം. See you soon, Mr. അഭിറാം. എൻ്റെ ചെകിട്ടത്ത് നീ അടിച്ചു അല്ലേ? എൻ്റെ തിരിച്ചടി എങ്ങനെ ഉണ്ടാകുമെന്ന് കണ്ടോ? ഒന്നുമില്ല മക്കളെ, ആ കാറ് പോയില്ലേ? കരയാതിരിക്ക, കരയല്ലേ. കുട്ടികൾ വല്ലാതെ പേടിച്ചെന്ന് തോന്നുന്നു വസു. കുട്ടികളകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും സുന്ദര. സ്കൂളിൽ നിന്ന് ടീച്ചർ എങ്ങനെ വിളിച്ചാ ഇന്ന് അവർ സ്കൂളിൽ വരത്തില്ലെന്ന് പറഞ്ഞേക്ക്. എടുത്തി കുട്ടികളകത്തേക്കുണ്ട്. മക്കളെ നിങ്ങൾ അകത്തേക്ക് പോയിക്കോ. വരിപ്പോ. റോഡിലെ എത്ര നായ്ക്കൾ വെറുതെ കുരയ്ക്കും അഖിൽ. അത് നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
അവനെ ഓർത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല എടുത്തി. കാർത്തിക കാരണം നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാ ഇപ്പൊ എന്റെ പേടി. എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം അഖിൽ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സോറി ഏട്ടാ, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ. അഖിൽ, നീ അങ്ങനൊന്നും സംസാരിക്കാതെ. അങ്ങനെയൊന്നും വരില്ല അഖിൽ. ഇങ്ങനെയുള്ള ചിന്തകളെ മനസ്സിൽ വെച്ചേക്കണ്ട. ആദ്യത്തിന് ആദ്യം തന്നെ നമ്മളോട് പകയുണ്ടെങ്കിൽ അവന്റെ കാര്യമൊക്കെ അഭി നോക്കിക്കോളും. നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ. ഞങ്ങൾ ഓഫീസിലേക്ക് പോയിട്ട് വരാം. വസുന്ധര, ഞങ്ങൾ ഇറങ്ങുന്നു. അഖിലിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. അയ്യോ, ഇതൊരു വലിയ പ്രശ്നമാവുന്ന തോന്നുന്നേ. ആദിത്യ കമ്പനിയിൽ ചേരണോ വേണ്ടേന്ന് ഞാൻ രാജിയോട് ചോദിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് സർ. സോറി സർ, അവര് നിങ്ങളോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. റിയലി ഐ എം വെരി സോറി. അങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇറ്റ്സ് ഓക്കെ കാർത്തിക, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ലീവ് ഇറ്റ്. അത് എന്റെ വീട്ടുപടിക്കൽ നിങ്ങൾക്ക്. ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ? ഓക്കെ സർ. വീണ്ടും സാറെന്നാണല്ലോ വിളിക്കുന്നത്. കോൾ മീ ആദിത്യ. ശരി സർ. സോറി സർ. സോറി ആദിത്യ. ടെൻഷൻ ആവണ്ട കാർത്തിക. ഇപ്പോൾ നിന്റെ ഫോക്കസ് മുഴുവൻ നമുക്ക് കിട്ടാനിരിക്കുന്ന ഗവൺമെന്റ് ഈവന്റിലായിരിക്കണം. നീ അത് നന്നായി ഡിസൈൻ ചെയ്ത് തരൂ. ഞാനത് അവരെ കാണിച്ച് ആ ഈവന്റ് നമുക്ക് കിട്ടുന്ന രീതിക്ക് ടെൻഡർ കൊടുക്കാം. ഷ്യൂർ ആദിത്യ, ഉറപ്പായി നല്ല ഡിസൈൻ ചെയ്തു തരാം. ഐ നോ യുവർ കേപ്പബിലിറ്റി ആൻഡ് എബിലിറ്റി. നിനക്കുള്ള ടാലന്റ് വേറെ ആർക്കും ഇല്ല കാർത്തിക. നീ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. എന്നെ ഇതുവരെ ആരും ഇതുപോലെ എൻകറേജ് ചെയ്തിട്ടില്ല ആദിത്യ. ഈവൻ എന്റെ ഹസ്ബൻഡ് പോലും എന്റെ ടാലന്റ് മനസ്സിലാക്കിയിട്ടില്ല. അതിനെന്താ ഞാൻ വിശ്വസിക്കുന്നില്ലേ? ഈ സിറ്റിയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈനേഴ്സ് നീയാണ് കാർത്തിക. ഫ്യൂച്ചറിൽ നീ എത്രയോ വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുന്നു. നിനക്ക് ഞാൻ ഫുൾ ഫ്രീഡം തരുന്നു. നീ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് ചെയ്. അതിനൊരു തടസ്സവും ഉണ്ടാവില്ല. താങ്ക് യു ആദിത്യ. ഞാൻ ആരാണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കും. എന്റെ മേൽ നിങ്ങൾക്കുള്ള വിശ്വാസം ഞാൻ ഇല്ലാതാക്കില്ല. പ്രോമിസ്. ഗോ അഹെഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എടാ അഭി, നീ എന്നെ തല്ലിയല്ലേ? നിന്റെ ഫാമിലിയെ കൊണ്ട് എന്നെ അസഭ്യം പറയിക്കുമല്ലേ? ഞാൻ ആരാന്ന് കാണിച്ചു തരാം. നിന്റെ അനിയന്റെ ഭാര്യയുടെ ടാലന്റ് കണ്ടിട്ടല്ല ഞാൻ അവൾക്ക് ജോലി കൊടുത്തത്. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ കാർത്തിക ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്യിപ്പിച്ചത്. നിന്റെ അനിയനെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് നീ എന്നെ തല്ലുകയും അസഭ്യം പറയുകയും ചെയ്തല്ലേ? നിന്റെ വീട്ടിലെ മരുമകളെ വച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? നിന്നെയും നിന്റെ ഫാമിലിയെയും ഞാൻ തെരുവിൽ നിർത്തും. വീൽ ചെയറിലിരിക്കുന്ന നിന്റെ അനിയനെ നിരന്തരമായി ഞാൻ അതിൽ തന്നെ ഇരുത്തും. ആത്മഹത്യ വരെ ഞാൻ ചെയ്യും. ആദിത്യന്റെ കമ്പനിയിലെ ജോലി നീ മതിയാക്കണം. സാധ്യമല്ല. അഖിലുമായി കമ്പയർ ചെയ്യുമ്പോ ആദ്യത്തെ എങ്ങനെയുള്ള ആളായാലും ബെറ്റർ ആണ്. ഈ ജന്മത്തിൽ നീ എഴുന്നേറ്റ് നടക്കില്ല. ഒന്നിനും കൊള്ളാത്ത നിന്നെ പോലെ ഒരുത്തന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ഫ്യൂച്ചർ എക്സ് ഹസ്ബൻഡ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എത്ര സ്നേഹത്തോടെ വളർത്തിയത്. അങ്ങനെ അതുകൊണ്ട് എൻ്റെ 2 ഏട്ടന്മാരും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാതെ എത്ര വാത്സല്യത്തോടെയാണ് നോക്കിയിരുന്നത്. 2 ഏടത്തിമാരും സ്വന്തം മകനെ പോലെയാ സ്നേഹിച്ചിരുന്നത്. കാർത്തിക വന്നതിന് ശേഷം എല്ലാം തലകീഴായി മറിഞ്ഞു. അവൾ കാരണം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എങ്ങനെ അവസാനിപ്പിക്കണം? അതിന് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം.
എന്താ ചെറിയച്ച ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? കോഫി കൊണ്ടുവരട്ടെ അതോ ജ്യൂസ് വേണോ? പറയ് ചെറിയച്ച. ഒന്നും വേണ്ട ഉണ്ണി. ചെറിയച്ചന് വിശക്കുന്നുണ്ടോ? ഞാൻ ഫുഡ് കൊണ്ടുവരട്ടെ? എന്ത് വേണോന്ന് പറയ് ചെറിയച്ച. ഇത്രയും സ്നേഹത്തോട് നോക്കുന്ന ഇവനെ ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് കാർത്തിക്ക് എങ്ങനെ പറയാൻ തോന്നി? ഇത്രയും നല്ല മനസ്സുള്ള കുഞ്ഞിന്റെ മേലെ കൈ ഓങ്ങുകയും ചെയ്തു. അവളെ ഒരു പാഠം പഠിപ്പിക്കണം. പറയ് ചെറിയച്ച. ഒരു കത്തി വേണം ഉണ്ണി. നൈഫാണോ? എന്തിനാ ചെറിയച്ച? അതിന്റെ കൂട്ടത്തില് കുറച്ച് മാർക്കേഴ്സും പേപ്പർ ഷീറ്റും ഒക്കെ വേണം. ഈവന്റിന് വേണ്ട ഡിസൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തിനാ ചെറിയച്ച ഈ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നേ? ആദ്യം റെസ്റ്റ് എടുക്ക്. ഇത്രയൊന്നും പറഞ്ഞ വെറുതെ ഇരിക്കുന്നേ. എനിക്ക് ബോറടിക്കുക. ശരി ചെറിയച്ച, ഞാൻ പോയി കൊണ്ടുവരാം. പച്ചക്കറിയൊക്കെ തീർന്നു വസു. ഞാൻ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ചേച്ചി എന്തിനാ പോന്നെ? ഞാൻ ഉണ്ണിയും കൂടി പോയി വാങ്ങിട്ട് വരാം. സാരമില്ല വസു, ഞാൻ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വരാം. പച്ചക്കറി വാങ്ങേണ്ട ഡ്യൂട്ടി എനിക്കുള്ളതാ. ഞാൻ പോയി വാങ്ങിട്ട് വരാം. 1/2 മണിക്കൂറിനകത്ത് എല്ലാം ഇവിടെ എത്തും. ഉണ്ണി, ഉണ്ണി. ചെറിയച്ച, താങ്ക്സ് മോനെ. ഉണ്ണി, എന്താ അമ്മേ? നമുക്കൊന്ന് മാർക്കറ്റ് വരെ പോയി വരണം. വന്നേ. അഖിൽ, എന്താ ഇതൊക്കെ? എടുത്ത് ഇത് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയുടെ ഒന്ന് വാങ്ങിയതാ. റെസ്റ്റ് എടുക്കാതെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് അഖിൽ? അതൊന്നും കുഴപ്പമില്ല എടുത്തി. മാർക്കറ്റിലേക്ക് പോവാണോ? അതെ. നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ അഖിൽ? ഒന്നും വേണ്ട എടുത്തി. എടുത്തിയോട് ഒരുപാട് നന്ദിയുണ്ട്. എടുത്തി എന്നെ ഉണ്ണിയെ പോലെ നോക്കുന്നതിന്, ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടും എന്നോട് ക്ഷമിക്കുന്നതിന്. ഏട്ടനും എടുത്തിയും എനിക്ക് അച്ഛനും അമ്മയും പോലെയാ. ഇനി എത്ര ജന്മം എടുത്താലും എനിക്ക് ഈ കടങ്ങൾ വീട്ടാൻ പറ്റില്ല. എന്തിനാകിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? വെറുതെ അങ്ങനെ പറയാൻ തോന്നി എടുത്തി. എന്നാ ഞാൻ പൊക്കോട്ടെ. എവിടെ പോകുന്ന കാര്യം നീ പറയുന്നേ? സോറി, എടുത്തി മാർക്കറ്റിലേക്ക് പോയിട്ട് വാ. കിച്ചണില് ഭാവനേച്ചിയുണ്ട്. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് ചോദിക്കുക. ശരി എടുത്തി. വാ ഉണ്ണി. ബൈ ചെറിയച്ച. ചേച്ചി, എന്താ വസു? അഖിൽ എന്തോ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണേ. ശരി വസു, ഞാൻ അവനെ നോക്കിക്കോളാം. ശരി ചേച്ചി. ചെറിയച്ചന് ബോറടിക്കുന്നു നമ്മേ. ഡിസൈൻസ് വരയ്ക്കണമെന്ന് പറയുന്നു. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വേഗം തിരിച്ചു വരാം. ഓക്കെ അമ്മേ. വാ. മാർക്കറ്റില് അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ എന്നൊന്നും ഞാൻ പറയില്ല അമ്മേ. വാ. എൻ്റെ ചെവിടത്ത് നീ അടിച്ചു അല്ലേ? ഇതിനുള്ള തിരിച്ചടി ഞാൻ തന്നിരിക്കും. അബി, പറയട്ടാ. ഗവൺമെൻറ്റിൻ്റെ ഈവൻറ്റിനെ സംബന്ധിച്ച ചില കാര്യങ്ങളെ നമ്മുടെ സ്റ്റാഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊന്ന് വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നീ ഒന്ന് ചെക്ക് ചെയ്യാവോ? ഇതൊന്നും പോരേട്ടാ. ഇതിൽ നല്ല ഐഡിയ കണ്ടെത്തണം. ഓക്കെ അബി, എന്നാ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഈ ഡിസൈൻ്റെ കാര്യം എനിക്ക് വിട്ടേക്കേട്ടാ. ഏട്ടനൊരു കാര്യം ചെയ്യും. എന്താ അബി? സെക്രട്ടേറിയറ്റിൽ നിന്ന്
ക്യാബിനറ്റ് മിനിസ്റ്റർ നമുക്ക് പ്രപ്പോസൽ തന്നെങ്കിലും നമുക്ക് വേണ്ടത്ര സ്പോൺസേഴ്സ് ഇല്ല. അവരെ അറേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. ഇപ്പോൾ ഉള്ള സ്പോൺസേഴ്സ് മതിയാവരുന്നാണോ അബി? പോരേട്ടാ, മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ശരിക്കും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല, കുറേ കാലമായി നമ്മുടെ സംസ്കൃതി ഈവൻറ്റ്സ് വളരെ ഡള്ളായിരുന്നു. ഇപ്പം നമ്മളൊരു തിരിച്ചുവരവ് കൊടുത്തെങ്കിലും നമുക്ക് മത്സരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പോൺസേഴ്സ് വേണം. ഇപ്പം നമ്മൾ പുതിയ സ്പോൺസേഴ്സിനെ കണ്ടെത്തണം, അത്രയല്ലേ ഉള്ളൂ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഏട്ടാ. നമ്മളാദ്യം സ്പോൺസേഴ്സ് വിശ്വസിക്കണം. ഏട്ടനൊരു കാര്യം ചെയ്യും, ഓൾറെഡി നമ്മൾ ചെയ്ത ഈവൻറ്റ്സ് ഒക്കെ ഇല്ലേ, അതെല്ലാം കൂടെ വെച്ചൊരു പ്രൊഫൈൽ തയ്യാറാക്കുക. ഉടനെ തന്നെ സ്പോൺസേഴ്സുമായിട്ടൊരു കോൺഫറൻസ് ഉണ്ട്. അത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോൺഫറൻസിൽ വെച്ച് നമുക്ക് സ്പോൺസേഴ്സിന് നല്ല കോൺഫിഡൻസ് കൊടുത്ത് നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ ബി, ഞാൻ പോയി അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. ഡിസൈൻ്റെ കാര്യം നീ എന്താണെന്ന് വെച്ചാൽ നോക്ക്. ഷുവർ ഏട്ടാ. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കമ്പനി ജോബ് നിനക്ക് വേണ്ട. റിസൈൻ ചെയ്തേക്ക് കാർത്തിക. ചെയ്യില്ല, എനിക്ക് ജോലിയാണ് പ്രധാനം. കോടതി കാലാവധി കഴിഞ്ഞുടനെ അഖിൽ ആര്, ഞാൻ ആര്? ഇല്ല, ഞാൻ തോറ്റുപോകാൻ പാടില്ല. അഖിലും കാർത്തികയും പിരിയാൻ പാടില്ല. നമ്മുടെ കുടുംബം ഒന്നിച്ചുണ്ടാവണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ചെയ്തേ പറ്റൂ. അഖിലും കാർത്തികയും ഹാപ്പി ആയിട്ടിരിക്കണം. എനിക്കെൻ്റെ കുടുംബമാണ് മുഖ്യം. Who is he? എന്റെ ഫ്യൂച്ചർ എക്സ് ഹസ്ബൻഡ്. You are lucky, കാർത്തിക. ലൈഫ് ലോങ് ഈ വീൽ ചെയറിലിരിക്കുന്നവനുമായിട്ട് കഴിയാതെ ഡിവോഴ്സിന് കൊടുത്തില്ലേ? അമ്മേ, അച്ഛാ, I'm sorry. നിങ്ങളോട് യാത്ര ചോദിക്കാതെ ഞാൻ പോവാ. ഭാസ്കരേട്ടാ, ഭാവനയെടുത്തി എന്നോട് ക്ഷമിക്ക.